2024 എന്ന വർഷത്തിലെ അവസാന അമാവാസ്യയാണ് നാളെ. അമാവാസ്യയുടെ സ്വാധീനം മനുഷ്യ ശരീരത്തിലും വരുത്തുന്നുണ്ട് എന്നതാണ് ഹിന്ദുമത വിശ്വാസം. ഇതിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ഒഴിവാക്കുന്നതിനായി അമാവാസി ദിനങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. വ്രതാനുഷ്ഠാനങ്ങൾ പൂർവികർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കാണുന്നു. കറുത്തവാവിന് ഭദ്രകാളി, ദുർഗാദേവി ഈ പരാശക്തിയെ പ്രാർത്ഥിക്കാവുന്നതുമാണ്. കടുത്ത ദുരിതങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ ഭഗവതി അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താവുന്നതാണ്. ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിക്കുന്നതാണ്. ചൊവ്വ, വെള്ളി, പൗർണമി, നവരാത്രി ദിവസങ്ങളിൽ പൂജയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. അമാവാസി ആരംഭിക്കുന്നത് ഡിസംബർ 30 വെളുപ്പിന് 4:01 മുതൽ ആകുന്നു. ഇത് അവസാനിക്കുന്നത് ഡിസംബർ 31 വെളുപ്പിന് 3:56 ഈ ദിവസം പിതൃപ്രീതിക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. അമാവാസി വ്രതം അനുഷ്ഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നാളെ രാവിലെ സ്നാനത്തിന് ശേഷം പിതൃബലി സമർപ്പണം, ഒരിക്കൽ ഊണ് എന്നിവ ചെയ്യണമെന്നത് അനുശാസിക്കപ്പെട്ടിട്ടുള്ളതാണ്. കുംഭം, കർക്കിടകം, മകരം, തുലാം ഈ മാസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത്. കറുത്തവാവിൻ്റെ ദിവസം പിതൃക്കളുടെ തൃപ്തിക്കായി പിതൃകർമ്മവും പിതൃതർപ്പണവും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ പിതൃപ്രീതിയും സർവ്വ ഐശ്വര്യവും വന്നു ചേരും. അതിനാൽ ഒരിക്കൽ എടുത്ത് തന്നെ ഉപവാസം നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകണം. ഇല്ലെങ്കിൽ മത്സ്യം, മാംസ്യം, ലഹരി വസ്തുക്കൾ തീർത്തും ഒഴിവാക്കി വ്രതം അനുഷ്ഠിക്കാവുന്നതുമാണ്. ഇതേ ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ദിവസം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഈ തെറ്റുകൾ നിങ്ങൾ അറിയാതെ പോലും ചെയ്താൽ അതീവ ദോഷമായാണ് തീരുന്നത്. ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. വ്രതം അനുഷ്ഠിക്കാത്തവരും അനുഷ്ഠിക്കുന്നവരും പാലിക്കേണ്ടതായിട്ടുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തേത് കുളിക്കാതെ ഇരിക്കരുത് എന്നതാണ്. രാവിലെ തന്നെ കുളിച്ച് വിളക്ക് തെളിയിക്കണം. ഇത് സാധിക്കുന്നവർ ഇങ്ങനെ തന്നെ ചെയ്യുക. ഇതിന് സാധിക്കാത്തവർ 8 മണിക്ക് മുൻപായി തന്നെ കുളിച്ച് വിളക്ക് കൊളുത്തേണ്ടതാണ്. ഈ സമയത്ത് ദുഷിച്ച ചിന്തകൾ, നെഗറ്റീവായ പല കാര്യങ്ങളും നിങ്ങളുടെ ചിന്തിക്കുവാൻ പാടില്ല. ഇങ്ങനെ ചിന്തകൾ കടന്നു വന്നാൽ ദേവിയെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നത് മൂലം ഇത് മാറിപ്പോകുന്നതാണ്. ഇതേ സമയം ദേവിയുടെ മന്ത്രജപം മനസ്സിൽ ഓർക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ഇതേ ദിവസം മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളെല്ലാം ഒഴിവാക്കുക. ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായാൽ ഇത് നിങ്ങൾക്ക് ഇരട്ടി ദോഷമാണ് ഫലിക്കുന്നത്. ചിലപ്പോൾ ദേവീ കോപം വരെ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്കിത് സാധിക്കാതെ ഒരു സാഹചര്യമാണെങ്കിൽ വരുന്നതെങ്കിൽ അവിടെ നിന്ന് എത്രയും വേഗം ഒഴിവായി പോവുക എന്നതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും തർക്കത്തിനും ഇത്തരം കാര്യങ്ങൾക്കോ നിൽക്കരുത്. ദീർഘദൂര യാത്രകൾ താൽക്കാലികമായി ആവശ്യമില്ലാത്തതായ യാത്രകളാണ് എങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. പകലുറക്കം ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ മാത്രം ഉറങ്ങുന്നതിന് പ്രശ്നമില്ല. ഗർഭിണികൾക്കും ഉറങ്ങുന്നതിൽ തെറ്റില്ല. തുളസി ഏതൊരു കാരണങ്ങൾ കൊണ്ടാണ് എങ്കിലും പറിച്ചു കളയാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. അത് നിങ്ങൾക്ക് വളരെ ദോഷമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് ഇടയാക്കുന്നു. അമാവാസി കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല. കുഴി കുഴിക്കുന്നത് ഇന്നേ ദിവസം ദോഷമാണ്. ഈ ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുഴി കുഴിക്കാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ ഈ കാര്യം ചെയ്യരുത് എന്നത് പ്രത്യേകം ഓർക്കുക. എണ്ണ തേച്ചുള്ള കുളി ഇന്നേ ദിവസം പാടില്ല. അതിനാൽ എണ്ണ തേച്ച് കുളിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂർച്ചയുള്ള വസ്തുക്കൾ ഇന്നേ ദിവസം അധികം ഉപയോഗിക്കരുത്. ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇന്നേ ദിവസം അധിക ആഹാരം പാടില്ല എന്നതിന് ആ കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതാണ്. വീടുകളിൽ 2 നേരം വിളക്ക് തെളിയിക്കുന്നത് അനിവാര്യം തന്നെയാണ്. 2 നേരം വിളക്ക് തെളിയിച്ച് ഭഗവതി നാമങ്ങൾ, ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പ്രത്യേകിച്ചും ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് അതീവ നല്ല കാര്യമാണ്. 2 നേരം അമ്പലത്തിൽ പോകാൻ സാധിച്ചാൽ അത്യുത്തമമാണ്. ഇന്നേ ദിവസം ചെടികളൊന്നും വെട്ടിക്കളയരുത്. ഇന്നേ ദിവസം ചെടിമരം ഇവ വെട്ടിക്കളയുന്നത് ശുഭകരമല്ല എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. കൂടാതെ ഇന്നേ ദിവസം മുടി, നഖം എന്നിവയും വെട്ടിക്കളയരുത്. ഈ കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യം നൽകേണ്ടതാണ്.
സാധാരണ ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷമാണ് ചെയ്യുവാൻ പാടില്ലാത്തത്. എന്നാൽ ഈ ദിവസം നാളെ മുഴുവനായും ഇതൊന്നും ചെയ്യാതിരിക്കുക. നാളത്തെ ദിവസം അടുക്കള വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഇന്നേ ദിവസം കിടക്കുന്നതിന് മുൻപ് അടുക്കള പൂർണ്ണമായും വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉറങ്ങുക. അതിനുശേഷം മഞ്ഞൾ ജലം തളിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇക്കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. കടം വാങ്ങുകയോ കടം കൊടുക്കുകയോ ചെയ്യാതിരിക്കുക. ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മാത്രം കടം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും തെറ്റില്ല. ഇല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്ത് അടുത്ത ദിവസത്തിനായി ഇത് ഉപയോഗിക്കുക. പൂജാമുറിയിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എല്ലാം മാറ്റിക്കളയുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകിയിട്ടിട്ട് മാത്രം ധരിക്കുക. ഇത് കൂട്ടിയിടാതെ ഇരിക്കുക. ഇതേ ദിവസം വീടും മുറ്റവും വൃത്തിയായി സൂക്ഷിച്ചതിന് ശേഷം മഞ്ഞളോ ഉപ്പും ചേർത്ത് വീടും പരിസരവും ശുദ്ധിയാക്കാം.